കഥ കേൾക്കാൻ ഇഷ്ടമുണ്ട്? കൈ നോക്കുവോ? ആർക്കൊക്കെ കഥ വായിക്കാൻ ഇഷ്ടമുണ്ട്? കഥ എഴുതാനോ? നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും കഥ എഴുതുന്നവരുണ്ടോ? നമ്മുടെ കൂട്ടത്തില് നമ്മുടെ മുഖ്യധാര പബ്ലിക്കേഷൻസിൽ ആക്ച്വലി കഥ എഴുതി പബ്ലിഷ് ചെയ്ത് അവാർഡുകളൊക്കെ വാങ്ങിച്ച ഒരാളുണ്ട്. നിങ്ങൾക്കറിയോ? സ്വപ്ന അലക്സിസ് എന്ന തുല്ലിക നാമത്തില് കഥ എഴുതി നമ്മുടെ കൂടെ എല്ലാ തവണയും പരിപാടികളിലൊക്കെ വരുന്ന ആളാണ്. കുറച്ചു നേരം നിങ്ങളെ നമ്മുടെ പഴയ വിഷുവിന്റെ ഈസ്റ്ററിന്റെ ഒക്കെ കഥ പറഞ്ഞ് നമ്മളെ രസിപ്പിക്കുന്നതിന് വേണ്ടി ശ്രീ സ്വപ്ന അലക്സിസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട മലയാളി സഹോദരങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരെയും കണ്ടതിൽ സന്തോഷം. ഞാൻ ഇതിനു മുൻപും പല ഫംഗ്ഷനുകളിലും ഒക്കെ വന്നിട്ടുണ്ട്. DMAയോടൊപ്പം 3-4 വർഷമെങ്കിലും ആയിട്ടുണ്ട്. നിങ്ങൾ പലരെയും എനിക്കറിയാം. അടുത്ത സുഹൃത്തുക്കളാണ്. എന്നെ നോക്കിച്ചിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് ഇരിപ്പുണ്ട്. ഒരുപാട് പേര് എനിക്ക്. അപ്പോൾ നിങ്ങളുടെ എല്ലാം മുൻപിൽ ഇങ്ങനെ ഒരു വിഷയം സംസാരിക്കാൻ നിൽക്കാനൊരു ഒഫീഷ്യൽ അല്ലെങ്കിൽ ഒരു ഔദ്യോഗികമായോ അല്ലെങ്കിൽ ഒരു വളരെ ഫോമലായ ഒരു സെറ്റിങ്ങിൻ്റെ ആവശ്യം എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എന്നെ ഏൽപ്പിച്ച ഒരു ദൗത്യം എന്ന നിലയിൽ 4 വാക്ക് ഇതേപ്പറ്റി സംസാരിക്കാമെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ കഥ കേൾക്കാൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോൾ കേൾക്കാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞവരെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ കഥകൾ ഉണ്ടാവുന്നത് എൻ്റെ തീരെ ചെറുപ്പത്തിൽ നിന്ന് എൻ്റെ ഡാഡി ഈ മാടനെയും മറുതയും അറുകലയും മറ്റും ഒരുപാട് കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു തന്ന കുറേ കഥകളിൽ കൂടിയാണ്. അപ്പോൾ വിഷുവിൻ്റെയും ഈസ്റ്ററിൻ്റെയും റംസാന്റെയും കാര്യം പറയുമ്പോൾ നമുക്ക് ആർക്കും പുതിയതായി അതിനായിട്ട് അറിയാനുള്ള കഥകൾ ഒന്നും തന്നെ ബാക്കിയില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ ആരും അറിയാത്ത കഥകളോ കേട്ടിട്ടില്ലാത്തതായിട്ടുള്ളതൊന്നും ഒരാൾക്കും ഇക്കാര്യത്തിൽ ഒന്നും പറയാനുണ്ടാവില്ല. പിന്നെയുള്ളത് ഒരുപാട് അനുഭവങ്ങളാണ്. പക്ഷെ ഇങ്ങനെ കൗതുകകരമായ ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. വിഷുവും ഈസ്റ്ററും റംസാനും നമ്മൾ സ്പ്രിംഗ് ഇക്വിനോക്സിനടുത്താണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതായത് ഇതെല്ലാം ദിവസത്തിന് നീളം കൂടുന്ന അല്ലെങ്കിൽ രാത്രിക്കും പകലിനും ഏതാണ്ട് ഒരേ നീളമാകുന്ന സമയങ്ങളിലാണ് എല്ലാ രാജ്യങ്ങളും സെലിബ്രേറ്റ് ചെയ്തു പോകുന്നത്. പലവിധ കലണ്ടറുകൾ, അതായത് ലൂണാർ കലണ്ടർ ആയാലും റംസാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും. ഈസ്റ്റർ നോക്കിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും. വിഷുവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും. ഇത് മൂന്നും ഒരു പ്രത്യേക ഒരു ദിവസം നോക്കിയല്ല സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളൊരു വലിയ കൗതുകമല്ലേ. അത് മാത്രമല്ല, ഇത് മൂന്നിനും വെളിച്ചം എന്നൊരു കോൺസെപ്റ്റുമായിട്ട് വളരെ അഭേദ്യമായ ഒരു ലിങ്കുണ്ട്. വിഷു നമുക്കറിയാം. വിഷു കണിയിൽ നമ്മൾ അഷ്ടദ്രവ്യങ്ങളും അഷ്ടമംഗല്യവും പുതിയ കായ്കനികളും ഫലങ്ങളും എല്ലാം ചേർത്ത് വെച്ച് കണി ഒരുക്കാറുണ്ടല്ലോ. അതിനൊപ്പം എള്ളുതിരിയിട്ട് ട്രഡീഷണലി അല്ലെങ്കിൽ ഒരു വിളക്ക് കത്തിച്ചു വെക്കുന്ന ഒരു ആചാരമുണ്ട്. അതിൻ്റെ പ്രഭ അല്ലെങ്കിൽ അതിലേക്കാണ് നമ്മൾ ആ ദിവസം കണ്ണു തുറക്കുന്നത്. വിഷുവിൻ്റെ ദിവസം കണിക്കൊന്നയും അങ്ങനെയുള്ള പൂക്കൾ, ഇപ്പൊ നമുക്കിവിടെ കണിക്കൊന്ന കിട്ടാനില്ലാത്തതുകൊണ്ട് മഞ്ഞപ്പൂക്കൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ സുഹൃത്തുക്കളെ നിർത്തുണ്ട്. അപ്പോൾ അത്രത്തോളം നമ്മൾ അതിനെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ട്രഡീഷൻ. അപ്പോൾ വിഷുവില് ഈ വെളിച്ചത്തിന്റെ അഭേദ്യമായ ബന്ധം ഇങ്ങനെയാണ്. ഇനി റംസാനിൽ നിലാവ് അല്ലെങ്കിൽ ചന്ദ്രനുമായുള്ള അഭേദ്യമായ ബന്ധമുണ്ട്. ചന്ദ്രനെ കണ്ട ശേഷം മാത്രമാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്നുള്ള റംസാന്റെ ആ ഒരു പ്രകാശത്തോടുള്ള ബന്ധം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ഈസ്റ്ററിന് എന്താണ് വെളിച്ചവുമായി ബന്ധമെന്ന് ചോദിച്ചാൽ, പാർഷ്യൽ മെഴുകുതിരികൾ കത്തിച്ച ശേഷം ഈസ്റ്റർ ആഘോഷിക്കുന്ന ചില ചടങ്ങുകൾ ചില സഭകളിൽ പല രാജ്യങ്ങളിലായി നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിനെല്ലാം കോമണായ ഒരു അടിത്തറയുണ്ട്. എല്ലാം വെളിച്ചവും ഹോപ്പും നാളത്തേക്കുള്ള ശുഭപ്രതീക്ഷകൾ, പുതിയ ഉണർവുകൾ. വിഷു എന്ന് പറഞ്ഞാൽ ഈ ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കണ്ണു തുറക്കുന്നതാണ് വിഷു, അല്ലെ? ഇനി വരുന്ന പുതുവർഷം, ഒരു പുതുവർഷത്തിന്റെ ആഘോഷം. അപ്പോൾ ഇന്ന് വരെ എങ്ങനെയായിരുന്നോ അങ്ങനെ ആവില്ല, അതിലും ഏറെ മെച്ചപ്പെട്ട ഒരു നാളെയാണ് നമ്മൾക്ക് ഉണ്ടാകുന്നത് എന്നൊരു പ്രതീക്ഷയാണ് വിഷു. ഈസ്റ്റർ ആകട്ടെ ക്രൂസിഫിക്കേഷൻ അല്ലെങ്കിൽ കുരിശിലേറ്റപ്പെട്ട ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഒരു പുതുജീവൻ ദാനം ചെയ്യുന്ന നാളുകളിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. റംസാനോ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ഉള്ളൊരുക്കലിന്റെയും ഒരു ത്യാഗോജ്വലമായ കാലഘട്ടത്തിന് ശേഷമാണ്
റംസാൻ നമ്മുടെ മുന്നിലെ റംസാൻ നിലാവായി അവതരിക്കുന്നത്. അപ്പൊ ഈ മൂന്നിനും അഭേദ്യമായ ബന്ധങ്ങൾ തമ്മിലുണ്ട്. വിഷുവിന് നമ്മൾ വാൽക്കണ്ണാടി അല്ലെങ്കിൽ പലരും ഐശ്വര്യ സൂചകമായ ആറന്മുള കണ്ണാടിയും മറ്റും. ആറന്മുള കണ്ണാടി ഒരു യഥാർത്ഥ കണ്ണാടിയല്ല, മെറ്റലിലാണ് ചെയ്യുന്നത്, എങ്കിൽ പോലും അതൊരു കണ്ണാടി എന്ന കോൺസെപ്റ്റാണ്. അതുപോലെ റംസാനെ പറ്റിയും ഈസ്റ്ററിനെ പറ്റിയുമുള്ള ചില സന്ദേശം, റംസാനെ പറ്റിയും അല്ലെങ്കിൽ ഈദുൽ ഫിത്തർ എന്ന് പറയുന്ന റംസാൻ, ഈദുൽ അസ്ഹ എന്ന് പറയുന്ന ബക്രീദ്, ഇതിൽ റംസാനിൽ കണ്ണാടിയില് പല പല സന്ദേശങ്ങൾ എഴുതി പള്ളികളിലും അല്ലെങ്കിൽ വീടുകളിൽ അലങ്കരിക്കാൻ പറ്റി വെക്കുന്ന ഒരു ട്രഡീഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പല പല കാര്യങ്ങളും വളരെ യാദൃച്ഛികമായിരിക്കും, പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ഇതിൽ എവിടെയോ എന്തോ ഒരു ബന്ധമില്ലേ എന്ന് ആലോചിച്ച് നോക്കും. ഈസ്റ്റർ എന്ന് പറയുന്ന ഒരു പേഗൻ ആംഗ്ലോ സാക്സൺ ഗോഡസിൽ നിന്നാണ് ഈസ്റ്റർ എന്ന പേര് വരുന്നതെന്ന് ഒരു ഡിബേറ്റഡ് ആണെങ്കിൽ തന്നെയും ഇങ്ങനെ ഒരു കഥയുണ്ട്. അപ്പോൾ വിഷു ആണെങ്കിൽ നമ്മൾ എന്തിനാണ് ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ഏത് വിധത്തിലാണെന്നുള്ളതല്ല, നമ്മുടെ രാജ്യത്ത് നിന്നും ഏറെ ദൂരെ പുറത്തേക്ക് വന്ന് നമ്മൾ ഒരുപാട് ഏതെല്ലാമോ സംസ്കാരങ്ങളിൽ, ഏതെല്ലാമോ സംസ്ഥാനങ്ങളിൽ, ഏതെല്ലാമോ ഇടങ്ങളിൽ, ഏതൊക്കെയോ കുടുംബങ്ങളിൽ, ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വന്ന എല്ലാവരും കൂടി ഒരുമിച്ച് ഈ ഫംഗ്ഷനുകളെല്ലാം സാഹോദര്യത്തോടുകൂടി ആഘോഷിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ സിഗ്നിഫിക്കൻസ്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നിങ്ങൾക്കൊക്കെ അറിയാം നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. അപ്പൊ ഇതിനെല്ലാത്തിനും എവിടേക്കെയോ ഒരു അസഹിഷ്ണുതയോ എവിടേക്കെയോ ഒരു യാഥാസ്ഥിതിക മനോഭാവങ്ങൾക്ക് ഇളക്കം തട്ടാനാവാത്ത ഇന്നുകൾ, അതായത് ഏതോ കാലഘട്ടത്തിൽ ജീവിക്കേണ്ടുന്ന മനുഷ്യർ ആ പ്രാകൃതമായ വൈകൃതങ്ങളൊക്കെയും വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അതിന് ഏറ്റവും കൗതുകരമായ കാര്യം എന്താണെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? കൂപ്പ് മണ്ടൂകം എന്ന ഒരു കോൺസെപ്റ്റിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, പക്ഷെ കിണറ്റിലെ തവള എന്ന് പറഞ്ഞ എല്ലാവരും ഒക്കെ ഈ കിണറ്റിലെ തവള എന്ന് പറയുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ആ കിണറ്റിനുള്ളിൽ കിടന്നിട്ട് പുറത്തേക്ക് എത്താൻ പറ്റാതെ അതിനുള്ളിലാണ് ലോകം എന്ന് കാണുന്ന അല്ലെങ്കിൽ എന്ന് വിചാരിക്കുന്ന കുറെ മനോഭാവം, ഒരുപാട് ആൾക്കാരുടെ മനോഭാവങ്ങളാണ് ഈ കൂവമണ്ടൂകം എന്ന് പറയുന്നത് നമ്മൾ. അപ്പോൾ അതിനെപ്പറ്റി പുറത്തു നിന്ന് നോക്കുന്ന നമ്മൾ വേറൊരു രീതിയിൽ ഒരു പേഴ്സ്പെക്റ്റീവ് വരുന്നുണ്ട് ഇവിടെ UK മലയാളികളായതുകൊണ്ട്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന്റെ കഥ പറയാം. ആള് കേംബ്രിഡ്ജിൽ വന്നാണ്, ഐശ്വര്യ എന്ന പേര്, നേഴ്സാണ്. അവള് വന്ന സമയത്ത് എന്നെ വിളിച്ചു, എൻ്റെ ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ വീഡിയോ കോളിലാണ്. അപ്പൊ ഞാനിങ്ങനെ റൂമൊക്കെ കാണുന്നുണ്ട്. അതിൽ ഒരു കുട്ടി പർദ്ദയൊക്കെ ധരിച്ചിട്ടുള്ള ഒരു കുട്ടിയുണ്ട്. അപ്പൊ പുള്ളിക്കാരത്തെ ഇങ്ങനെ പറയുമ്പോൾ അങ്ങ് കരഞ്ഞു. അതായത് മാർച്ച് 27-28 സമയത്തെങ്ങാണ്ടാണ് അത്, കഴിഞ്ഞ വർഷം നടന്ന കാര്യം. എന്നെ വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു കരഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് നാട്ടിൽ നിന്ന് പുറത്ത് മാറി. വിഷുവിന് എന്റെ നാട്ടിലല്ല, അത് അമ്മ രാവിലെ കണ്ണു പൊത്തിക്കൊണ്ട്, വലിയ നമ്മുടെയൊക്കെ ഒരു 10-35 വയസ്സിന് മുകളിൽ എന്തായാലും അവർക്ക് ഉണ്ടാവണം. അപ്പൊ അവളെന്റെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തി എപ്പോഴും കണ്ണു പൊത്തിക്കൊണ്ടാണ് അമ്മ കൊണ്ടുവന്ന് വിഷുക്കണി കാണിക്കുന്നത്. ഇപ്പോഴും കല്യാണം കഴിഞ്ഞാണെങ്കിൽ ഇവരുടെ വീട്ടിലാണ് പോകുന്നത്, കാരണം അവർക്ക് ഒരുപാട് കാർഷിക വിളകളും മറ്റുമുണ്ട്. അപ്പോൾ ഈ കണി കാണാത്ത ഒരു വർഷം ഇത് ആദ്യമായിട്ടാണെന്ന് പറഞ്ഞിട്ട് അവള് കരയുക. അപ്പോ കാണുമ്പോൾ നമുക്കൊരു ഈ പുറയിലിരിക്കുന്ന കുട്ടി ഇതിങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മളൊന്നും അറിയുന്നില്ല. അപ്പൊ വിഷുവിന്റെ അന്ന് രാവിലെ ഇവളെനിക്ക് കുറച്ച് ഫോട്ടോ അയച്ചു. അവളുടെ റൂമിലുള്ള ആ മുസ്ലിം കുട്ടി രാവിലെ തലേ ദിവസം നമ്മൾ കാണാത്ത കുറെ സാധനങ്ങൾ എല്ലാം ഒന്നും കിട്ടിയിട്ടില്ല, ഈ പറഞ്ഞ പോലെ കണിക്കൊന്നയും മറ്റൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ഒരുക്കി, കിട്ടാവുന്നതെല്ലാം ഒരുക്കി വിഷുക്കണി ഒരുക്കിയിരിക്കുകയാണ് നമുക്ക് വേണ്ടി. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിഷു അല്ലെങ്കിൽ ഒരു സാഹോദര്യത്തിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഇനി ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നുണ്ട്. നമ്മുടെ സംസ്കാരം, പൈതൃകം, മതം, ഇതെല്ലാം നമ്മുടെ വേരുകളാണ് ആവേണ്ടത്. അതായത് ഇതിൽ നിന്ന് നമ്മൾ പലതും, ഓരോ മതത്തിൽ നിന്നും ഓരോ സാഹചര്യങ്ങളിൽ നിന്നും നമ്മൾ അനേകം പഠിക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എടുക്കാവുന്നതാണ്. പക്ഷെ അതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതൊക്കെയും നമ്മുടെ മതിലുകളാക്കുകയാണ് ചെയ്യുന്നത്. വേരുകളാവേണ്ടതിനെ മതിലുകളാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ഇതുപോലെയുള്ള നമ്മുടെ എല്ലാ വിധത്തിലെ ആഘോഷങ്ങളും ഒരു കാരണമായി തീരും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സിഗ്നിഫിക്കൻസ്. DMA ഞാൻ നോക്കിയിട്ട് ഏതെല്ലാം ഫംഗ്ഷനുകൾ വന്നാലും നമ്മൾ ജാതിയോ മതമോ ഇതൊക്കെ എപ്പോഴെങ്കിലും ആലോചിക്കാറുണ്ട്. ഒരാളുടെ പേര് കേട്ടു, ഇതിന് പുറകിലെ കഥ നമ്മൾ ആലോചിക്കാറുണ്ട്? ഇല്ല. അങ്ങനെ തന്നെയാണ് മുന്നോട്ടും വേണ്ടതെന്ന് നമ്മുടെ കുട്ടികളെയെങ്കിലും പഠിപ്പിക്കാനുള്ള ഏറ്റവും നല്ല സാഹചര്യമാണ് നമുക്ക് പുറത്തു നിന്നുള്ളൊരു വിഹക വീക്ഷണത്തിൽ കൂടി കിട്ടുന്നത് എന്നുള്ളത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഇനി ഇതിനെ
ഈ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞു കൊണ്ടുപോകുന്നതിനേക്കാളധികം നമ്മുടെ സാഹചര്യങ്ങൾ ഇന്നത്തെയും നാളത്തെയും ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിലെയും ഒരുപാട് സാഹചര്യങ്ങൾ തുന്നിക്കിട്ട് നമ്മുടെ മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മതങ്ങളോട് സഹിഷ്ണുതയല്ല കാണിക്കേണ്ടത്, ബഹുമാനമാണ്. ഓരോ മതത്തിൽ നിന്നും എന്താണ് നമുക്ക് നേടാനുള്ളത്, ഓരോന്നിൽ നിന്നും എന്താണ് പഠിക്കാനുള്ളത് എന്ന് നമ്മൾ അറിയുകയാണ് ഓരോ മതത്തിനെയും ചെയ്യേണ്ടത്. അതിന് മറ്റു മതങ്ങളെയും ഈക്വൽ ഇൻട്രസ്റ്റോടുകൂടി പഠിച്ചെങ്കിലേ സാധിക്കും. അപ്പൊ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ വായിക്കുകയും അറിവുകൾ ഉണ്ടാക്കുകയും അത് സഹിഷ്ണുതയ്ക്ക് പകരം റെസ്പെക്റ്റ് ആക്കുകയും ചെയ്യുന്ന ഒരു നാളേക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഇനി വരുന്ന ഓരോ ദിവസങ്ങളും ഓരോ വർഷങ്ങളും ഓരോ കാലഘട്ടവും നമ്മുടെ ഈ സഹിഷ്ണുതയ്ക്കുള്ള ടെസ്റ്റാണ്. അപ്പോൾ അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ നിക്ഷിപ്തമായ കർത്തവ്യമെന്നും അതാണ് യഥാർത്ഥ സാഹോദര്യമെന്നുമാണ് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് മുൻപിൽ നമ്മുടെ രാഷ്ട്രപിതാവ് പറഞ്ഞത് എവിടെ പോയാലും നമ്മൾ മറക്കാതിരിക്കട്ടെ. ഈ വിധത്തിലുള്ള എല്ലാ ആഘോഷങ്ങളിലും ഈസ്റ്ററും വിഷുവും റംസാനും എല്ലാം ചേർത്ത് വെച്ച് നമ്മളെ ഒരുമയുള്ള നന്മയുള്ള മനുഷ്യരാക്കട്ടെ. സന്തോഷത്തിനപ്പുറം പരിഹാസശരങ്ങളും അവഗണനയും അതൊന്നും ഉണ്ടാകാതെ ഇരിക്കട്ടെ. എപ്പോഴും നമ്മുടെ മനസ്സ് ഒരുമയോടുകൂടി സാഹോദര്യത്തോടുകൂടി നമ്മൾ ഒന്നാണ് എന്ന യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയിൽ വിശ്വസിക്കുന്ന നമ്മൾ ഈ ഡൈവേഴ്സിറ്റിയെ ചേർത്ത് പിടിച്ച് യൂണിറ്റി ആക്കുക എന്ന് തന്നെയാണ് എനിക്ക് എന്നും പറയാനുള്ളത്. ഒരുപാട്